ഹായ് ഡിയേഴ്സ്, അപ്പോൾ വീഡിയോ കുറച്ച് കൃഷികൾ കണ്ടാലോ? നമുക്കിവിടെ ഈ കോവലിൽ നിന്നും തുടങ്ങാം. ഇവിടെ പൂവിട്ട് നിൽക്കുന്ന കോവൽ, വെള്ളപ്പൂ, അതിനിടയിൽ കുഞ്ഞു കോവയ്ക്കായും കണ്ടോ. പുതിയ തലമുറയെ ഉണ്ടാക്കാനായി കുറേ കുഞ്ഞു കുഞ്ഞു തൈകൾ, കുറ്റിപ്പയർ, ഞാനും ഇവിടെ ഉണ്ടേന്ന് പറഞ്ഞൊരു കുഞ്ഞു തുളസി, പ്രാണികളെ ആകർഷിക്കാനായി ഒരു ചെണ്ടുമല്ലി, പിന്നെ ഒരു കരിയാപ്പ്, പിന്നെ നമ്മുടെ നിത്യവഴുതന കണ്ടോ, എല്ലാം പൂവിട്ടു കായിട്ടു. വലിയ സൈസ് നിത്യവഴുതനയാണ്. ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇല. നിത്യവഴുതനയുടെ ഇല കണ്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, നിത്യവഴുതനയുടെ തണ്ടിൽ ഇതുപോലെ ചെറിയ മുള്ളുകളുണ്ട് കണ്ടോ. കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ ഇതുപോലുണ്ട്. എല്ലാ തണ്ടിലുമില്ല, പക്ഷേ ചില തണ്ടുകളിലുണ്ട് കണ്ടോ. കാണാമോ? പിന്നെ ചില തണ്ടുകൾ ഇവിടൊക്കെ നോക്കാൻ കാണാൻ കണ്ടോ. ചില തണ്ടുകൾ ഇതുപോലെ മുള്ളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ചെണ്ടുമല്ലി, ഓണമല്ലേ, എല്ലാവരും പൂവിട്ട് നിൽപ്പുണ്ട്. കൂടെ കുറച്ച് പനിക്കൂർക്ക, മഞ്ഞ ചെണ്ടുമല്ലി, കറ്റാർവാഴ. ഇതാണ് ചീരച്ചേമ്പ്. അപ്പുറത്ത് വേറൊരു മൂടുണ്ട്. ഇത് കണ്ടോ, ചീമച്ചേമ്പിൻ്റെ ഇല പോലെ ഇരിക്കും. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, ഇതിൻ്റെ ഈ ഇലയുടെ ഞെടുപ്പ് ഇത് വന്നിട്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മറ്റേ ചീമച്ചേമ്പിൻ്റെ വരുമ്പം ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഈ വെട്ട് തുടങ്ങുന്നത് കണ്ടോ. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് വരുന്നുണ്ട് കണ്ടോ. അതുപോലെ ഇതിനകത്ത് ഇത്രയും വെള്ളം കൊള്ളും കണ്ടോ. ചീമച്ചേമ്പിൻ്റെ ഇതിനകത്ത് അത്രയും വെള്ളം കൊള്ളത്തില്ല. പിന്നെ ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടില്ല, അതിൻ്റെ മണ്ടയ്ക്ക് ഈ തരി ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ ഞാൻ ഒരു വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചിരുന്നല്ലോ, പേരയ്ക്ക 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 എന്താ നഞ്ഞു നിൽക്കുന്ന പേരയ്ക്ക. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, പഴുത്ത്. നമുക്ക് കൈ എത്തിപ്പറിക്കാവുന്ന പോലെ നിൽപ്പുണ്ട് പേരയ്ക്ക.